വീഡിയോ ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ തന്നെ അൺബോക്സ് ചെയ്യാനാ. ഐശ്വര്യമായിട്ട് മുറിച്ചോ. അതവിടെ കേട്ടെ. അടുത്ത എല്ലാം എടുക്കും. ഇത് കണ്ടമാനം വലുതാണല്ലോടാ. ഇതിന്റെ ടിവിയെക്കാട്ടിലും വലുതാന്ന് തോന്നുന്നല്ലോ. വെള്ളയോ എനിക്ക് എൻ്റെ മോണിറ്റർ തരേണ്ടി വരുമോ? എനിക്കിപ്പോ നിന്നോട് അസൂയ തോന്നുന്നു. അതിനേക്കാളും വിലക്കുറവാ എന്റെ മോണിറ്ററിന്. അതാ വേറെ രസം. 34,000 വാങ്ങിച്ചപ്പോ ഇതെന്താ ഇതൊക്കെ എന്താ സാധനം? ബേസ് പ്ലേറ്റ് കാര്യങ്ങളോ. നിങ്ങൾ ഫസ്റ്റിൽ എന്നാ വീട് ഇതൊന്ന് റൂമൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഇതെല്ലാം ശരിയായിട്ട് ഞാൻ ചുക്കിലൊക്കെ അടിച്ചു തന്നിട്ടുണ്ട്. ആ വാക്യങ്ങളിൽ കൊണ്ട് അതെല്ലാം പിടിച്ചിട്ട് കൊണ്ടുപോകും കേട്ടോ. ഇതൊക്കെ ഇതിനകത്ത് കിട്ടും കേട്ടോ. ആയിക്കോട്ടെ. എന്റെ പെരുമാൻ പക്ഷേ നമ്മുടെ മേലുള്ളത് ചെറുതാന്ന് തോന്നുന്നു കേട്ടോ ഡിസ്പ്ലേ. അത് 43 ഞാൻ പറഞ്ഞു അതിനോട്. പറഞ്ഞായിരുന്നു ഞാൻ മുന്നോട് കൺഫേം ഒന്ന്. ഞാൻ നിന്നോട് അളന്ന് നോക്കാൻ പറഞ്ഞു. അപ്പൊ നീ പറഞ്ഞ ആയിരിക്കൂലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ ആയിരിക്കും എന്ന് പറഞ്ഞു. അല്ലാണ്ട് ഞാൻ ഉറപ്പ് പറഞ്ഞിട്ടൊന്നുമില്ല. അതാണ് എന്റെ ഉറപ്പ്. എന്റെ മെറ്റലിന്റെ ഇതാട്ടോ. വേട്ടാവളിയാ നിന്നോട് ഞാൻ മലയാളത്തിൽ പറഞ്ഞെടുത്ത് അളന്ന് നോക്കാൻ. അത് ഇവിടെ എവിടെയെങ്കിലും വെക്കടാ. ഉറപ്പുള്ളടുത്ത് വെക്ക്. ഇത് പൊളിക്ക്. ഇത് TV അല്ല, കമ്പ്യൂട്ടറിന്റെ മോണിറ്ററാണ്. ഇത് ചാച്ചാ ഒന്ന് വന്ന് നോക്കാതെ വലിപ്പം. എടാ അതാ കീറടാ കത്തി എടുത്തിട്ട് അതിന്റെ മേളിന്ന് നല്ല വൃത്തിക്ക് പൊളിച്ച മറ്റേ ഇത് അവർക്ക് കൊടുക്കുമ്പോൾ വൃത്തിക്ക് പാക്ക് ചെയ്ത് കൊടുക്കണമെങ്കിൽ. അയ്യോ അത് അങ്ങനെ ആക്കിയാ പോരായിരുന്നോ? എന്താ പൊളിച്ചു. അവൻ ഞാൻ വിചാരിച്ചാലും വലിപ്പമായി പോയിട്ടോ. ഇത്രയും വലിപ്പം ഞാൻ ഇതിനത് വെക്കാനുണ്ടല്ലേ. ഇത് ഭയങ്കര വലിപ്പമായി പോയല്ലോ ഭർത്താവേ. എന്റെ മോട്ടർ എനിക്കറിയാം. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കുഴപ്പമില്ല. ഞാൻ തരടാ. അതില്ല കേട്ടാ. ഇത് വയറെടുത്ത് കുത്ത്. ഇത് ഓണാന്നല്ലോ. ഇതുണ്ട്. ഇത് ടിവിയും കൂടി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ ഇതെന്തിനാ ഇത്? എന്നാ മറ്റേ കയ്യോടെ അത് അവിടെ ഫോട്ടോയ്ക്ക് പോകില്ല. അവിടെ കൊണ്ട് ആ മെച്ചപ്പുറത്ത് അങ്ങനെ ഇരുന്നോളൂ. അതല്ല കയ്യോടെ വെല്ലാലിക്ക് അതുകൊണ്ട് കൊടുക്കാൻ. എന്നാ ഞാൻ ഡ്രസ്സ് മാറിയിട്ടില്ലല്ലോ. പുറകെ നച്ചാച്ചനാണ് ഇതെടുക്കാൻ നല്ല. ഇത് മറ്റേ പവർ ബോർഡ് കാണും. വലിയത് കാണാം. അയ്യോ ഇതൊരു മാതിരി വല്ലാത്തൊരു സാധനമായി പോയല്ലോ. എടാ ഇതെനിക്ക് തരൂടാ. ഇതെനിക്ക് തരൂടാ. അപ്പൊ നിങ്ങക്ക് രണ്ടുപേർക്ക് ഉപയോഗിച്ചൂടെ? അതല്ല എനിക്ക് ഇതായിരുന്നു വേണ്ടിയിരുന്നേ. അടുക്കളയിലുണ്ട്. 28-30 കിലോ ഉണ്ട്. നിന്റെ മേശ താങ്ങൂടാ അതിനെ. മേശക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും തോന്നുന്നു.
അല്ല ഇത്ര വെയിറ്റുള്ള സാധനത്തിനെ മേടിച്ചേ? നീക്ക് എവിടെ ഇരിക്കുന്നേ? ഇതിന്റെ അടിയിൽ അടുത്തൂല. ഇവിടെ എടുത്ത് വെക്ക് ഈ സാധനങ്ങൾ മറ്റേ അതൊക്കെ കുഴപ്പമുണ്ടാവില്ല ഇതിന്റെ മൂടി. ഇങ്ങോട്ട് മാറ്റി കൂടാ. ഇത്ര വീട്ടിലുള്ള ഇപ്പൊക്കെ സിമ്പിൾ സാധനം മേടി ഇമാര് വീഡിയോ എടുത്തില്ല. വീഡിയോ എടുക്കട്ടെ? ഓ ലൈറ്റ് വന്നു. ലൈറ്റ് എത്തിയോ? ഞാനെങ്കിൽ നിനക്ക് പിന്നെ ഉദ്ഘാടനം ചെയ്തോ? ഓണായി. പാനലൊന്നും കുഴപ്പം കാണുന്നില്ല. ബാ ഒരു കുഴപ്പമില്ല. മറ്റേ പ്രാർത്ഥിപ്പിച്ച കഴിഞ്ഞ പ്രാവശ്യം മാന്തമേ പ്രാർത്ഥിച്ച നീ എന്തിപ്പോ അവിടെ പ്രാർത്ഥിക്കച്ചാ പാനലൊന്നും കുഴപ്പം കാണുന്നില്ല. ഇത് ടി വി അപ്പൊ ഇത് എടാ സത്യം പറഞ്ഞ നീ ടി വി ആണോ അപ്പൊ വാങ്ങിയേ? ടി വി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതായത് ഗുണം മോണിറ്റർ, സ്മാർട്ട് മോണിറ്റർ. പക്ഷെ ടി വി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇടയ്ക്ക് ടി വി കാണാം. ഇത് വലിക്കട്ടെ. കുഴപ്പമില്ല. അത് സാധനമാണ് ആ വലിച്ചതെന്താ? ആവശ്യമില്ല. ഇവിടെ കുഴപ്പമില്ലല്ലോ. പാസ്വേഡ് എന്തായിരുന്നു ഇതിന്റെ? എന്ത് പാസ്വേഡ്? അല്ല അങ്ങനെ ഇത് ഇപ്പൊ ഓണാക്കി വൈഫൈ കണ്ടിട്ട് ക്വാളിറ്റി കണ്ടിട്ട് ഇവിടെ തന്നെ നോക്കായിരുന്നു. അച്ചാച്ചന്റെ പാസ്വേഡ് നമ്പർ ആണെന്നാണ് എന്റെ. അച്ഛാതിന്റെ പാസ്വേഡ് കൊടുത്തേ. ഈ എന്ത് സ്പീഡ് ഈ വോയിസ് ഇതേപോലത്തെ വോയിസ് എങ്ങനെയായിരുന്നു? മറ്റേലും എന്ത് സുഖമായിരുന്നു. തോമാന്ന് കൊടുത്തേ. അങ്ങനെ അവരടിച്ചേരും, നമ്മളടിക്കുന്നില്ല. സ്കിപ്പ് കൊടുക്കണം. സ്കിപ്പ് കൊടുക്കും. മേലെ മേലെ സ്കിപ്പ് ഉണ്ട്. സ്കിപ്പ്. യൂട്യൂബ് ഒന്നുമില്ലേ? മറ്റേ അതിന്റെ വോയിസിലേക്ക് മാറ്റാം. വൈഫൈ എടുത്തു. നേരെ അതിനെ തൊട്ടു. ഓ ടേംസ് അതെല്ലാം ചെയ്യണം. പൊന്നുണ്ണി ഇങ്ങനത്തെ ഇതില്ല, സ്റ്റാൻഡില്ല. എന്റെ ഇത്ര വലിപ്പല്ല. അല്ല സ്റ്റാൻഡ് ഇങ്ങനത്തെ ഇല്ല. ഞാനെന്നാ ഒരു കാര്യം ചെയ്യാം. ഞാൻ മറ്റേ സ്റ്റാൻഡിങ് ഡെസ്ക് വാങ്ങും. നേരെ യൂട്യൂബിൽ നിന്ന് നോക്കണം. ഇവിടെ ഉണ്ടാവണ്ടേ? എല്ലാം സെറ്റ് ചെയ്യണം. മേലെ ഇത് കൊടുക്കും. ഇവർ പിന്നെ ഇവരെ പ്രൊമോട്ട് ചെയ്യേണ്ട ആപ്പുകളായിരിക്കുമല്ലോ. എങ്ങാനും അതിൽ കിട്ടത് കൊളാപ്സ് ആയി പോയി കോമഡി ആയിരിക്കും. യൂട്യൂബ് ചുമ്മാ ഇത് ആ പാട്ടിട മേലെ പോയില്ലടാ. മോന്ത ഒരു വട്ടം വലിയൊരു മോണിറ്റർ വാങ്ങിച്ചിട്ട് കുറെ
പണി കിട്ടിയത് കൊണ്ട് ഒരു ഭയം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കുഴപ്പമില്ല, എന്തോ ഭാഗ്യം കൊണ്ട്. ഇപ്പോ ഇതെന്റെ ആ ബലഹീനമായ ടേബിളില് ഈ 30 കിലോ ആചാരഭാവന വെക്കുമ്പോ ടേബിള് തകരാണ്ടിരുന്നാ മതി. വേറെ അതൊക്കെ എന്നാലും എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഈ സാധനത്തിന്റെ വലുപ്പേ. ഞാൻ രസമായിരിക്കും കൊച്ചുങ്ങളുടെ ഒരു ജീവിത മാർഗമാണ് അവര് വാങ്ങിയൊരു ഇതൊക്കെ ഞാൻ ഇടും കേട്ടോ അമ്മേ. സത്യമല്ലേ ഞാൻ പറയുന്നേ, സത്യമായ വാചകങ്ങളല്ലേ. താത്ത ഇത് താത്ത പ്ലാസ്റ്റിക് പൊളിച്ചു കളയണം. എന്തോന്നു ഏത് പ്ലാസ്റ്റിക്? സ്ക്രീനിലുണ്ടോ പ്ലാസ്റ്റിക്? അതിനുള്ള ഭാഗ്യം കിട്ടിയില്ല. അവര് ഓരോന്നും ഇതാകുന്ന അവരുടെ ഉന്നതിയിലുള്ള ഓരോ സ്ക്രീനിലില്ല. അതവിടെ ഇരുന്നോട്ടെ. പേടിയാവുന്നുണ്ട്. ഒരു മോണിറ്റർ മേടിക്കാൻ ദൈവം കൊടുത്ത കൃപയ്ക്കാശത്തിനും അതിൻ്റെ ഒരു പ്രവർത്തകരങ്ങൾ ദൈവത്തിൻ്റെ കൃപയാലാണ് ഇതിന് സാധിക്കുന്നത്. പിന്നെ ഭർത്താവൻ രാജ്യം അന്വേഷിക്കാൻ സാധിക്കട്ടെ. ഈ മോണിറ്റർ കൊണ്ട് നന്നായിട്ട് ജോലി ചെയ്യാനും ഉന്നതിയിലെത്തുവാൻ തൊക്കെ വെച്ചറാക്കാൻ തൊക്കെ സഹായിക്കണം. അത് വിട്ടുകൂടാതെ വികരങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കണം. എല്ലാം ദൈവം നിന്ന ദാനമാകുന്നു. ദൈവത്തിൻ്റെ കൃപയാണ്. കൃപയാലത്തിൽ ഇതൊക്കെ നേടാൻ സാധിച്ചത്. കൂടുതൽ മെച്ചമായ വിവരങ്ങളിൽ എത്തുവാനും സ്വന്തം കാര്യം നിൽപ്പാണ് കൃപയും എല്ലാം ദൈവം കൊടുക്കണമേ. ഇരിക്കുന്ന സ്ഥലത്തെയും ഇരിപ്പുറവും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ദൈവസ്ഥാനത്തിൽ ഉണ്ടായിരിക്കട്ടെ. പിതാവിന്റെ പുത്രനെ പരിശുദ്ധ നാമത്തിൽ എല്ലാം അനുഗ്രഹിച്ചുകൊണ്ട് ദൈവം ഇതെല്ലാം ഒരു അനുഗ്രഹമായിട്ട് എല്ലാം നന്മയ്ക്കായിട്ട് വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപകൾക്കണമേ. ക്ലീൻ ആക്കണം. അമ്മേനെല്ലാം തിരിച്ച ഞാൻ മൈറോട്ട് പോയി ലൈറ്റ് ഇടും. ഞാൻ പ്രാർത്ഥിച്ചോണ്ട് കേട്ടോ. ഒരു കുഴപ്പം പറ്റാത്ത സാധനം നിലത്തിട്ട് നീ എന്റെ പേടി ആ ഡെസ്കിൽ വെക്കുമ്പോഴായിരിക്കും ഒടിയാൻ പോകുന്നത്. മിണ്ടായിരിക്ക. നീ എന്തിനാ പിടയ്ക്കുന്നതാണ്? എനിക്ക് ഇത് ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പിടക്ക കുറച്ച് കൂടുതലായിരിക്കും. നീ നിന്റെ കയ്യിൽ വീട്ടിൽ ഞാൻ വീട്ടാൻ നിൽക്കരുത്. പിന്നെ ആ കുറ്റബോധം എനിക്ക് താങ്ങില്ല. ഇവിടെ മറ്റേ ചുമന്ന നെഗറ്റീവ് റൂമിന്റെ അവസ്ഥയുണ്ടാവും. ഞാൻ പറഞ്ഞ ഇന്ന് രാവിലെ അതാ വാക്കും ചെയ്യാന് പഴയ ടിവിയോട് ഒന്ന് വാക്കും ചെയ്തേ മോനെ. ആദ്യം ഒരു വൃത്തിയുള്ള സ്ഥലത്ത് ഫിറ്റ് ചെയ്യുക. നിങ്ങളൊന്ന് നിങ്ങളുടെ ഈ ജോലി സ്ഥലം ഇന്ന് രാവിലെയും കൂടെ ഞാൻ പറഞ്ഞ ഇത് പോയി. അത് ഓണായിട്ടുണ്ടമ്മേ. അവിടെ ചുവന്ന ലൈറ്റ് കത്തുന്നില്ലേ? എനിക്കിവിടെ കാണുന്നില്ല. അവിടെ മുന്നിൽ ഒരു ചുവന്ന ലൈറ്റ് കത്തുന്നില്ലേ? കീബോർഡ് ട്രൈ അല്ല, മറ്റേ കീബോർഡ് വെക്കുമ്പോ കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, അതെന്ത് കുഞ്ഞതാന്ന് നോക്കി. ഇതാണ് അതിലെന്തോരം ചെളിയ. ഊഹാഭാവത്തിൽ അളവിന്റെ വ്യത്യാസം. എന്റെ ഊഹാഭാവത്തിൽ ഞാൻ വിചാരിച്ചു ഈ അളവ് തന്നെയായിരിക്കും ഇതിനെന്ന്. എന്തോ തന്നെ ഇത് ഇങ്ങനെ നോക്കുമ്പോ ചെയർ വാങ്ങാൻ പൈസ കേട്ടോ. ഇത്ര കഷ്ടപ്പെട്ടിരിക്കണ്ട എന്റെ മോൻ. അല്ലെങ്കിൽ ഇത് ഒട്ടിക്കേ ഇവിടെ ഉണ്ടാവും. ടേബിൾ എന്നറിയോ? ഈ മാറ്റെല്ലാം എടുക്കുക, നമുക്ക് നോക്കാം, ശ്രമിച്ചു നോക്കാം. അല്ല, കീബോർഡ് പിന്നെ ഇത് ചെറുതാകുമ്പോ അതിന്റെ ഒരു പ്രശ്നം ഒഴിവാകും. ഇതും നിങ്ങൾ ശരിക്കും രണ്ടുപേരും ഒരേ അടുത്തേക്ക് ഇരുന്ന് നോക്കുമോനെ. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നിങ്ങളെ നിങ്ങൾ രണ്ടുപേരും ഒരു സ്ഥലത്തേക്ക് ഇരുന്ന് എന്താ കുഴപ്പമില്ല. അതൊരു സമാധാനം. എന്തോ നിങ്ങൾ രണ്ടുപേരും ഈ സൈഡിലേക്ക് ഇരുന്ന് എന്താ കുഴപ്പം? വെയിലടിച്ചിട്ട് രണ്ടു നിറായി പോയി. മോനെ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇരുന്ന് എന്താ? അമ്മേ ഔട്ട്ലെറ്റ് ഇല്ല അമ്മേ, ഇത് വെക്കാനായിട്ട് സാധനം വേണ്ടേ? എങ്ങനെ ഇതിങ്ങോട്ട് നീക്കിയാ പോരെ? നല്ല സൗകര്യം ഉണ്ടാവും ഈ റൂമില്. കൈതാക്കല്ലേ ഇതിന്റെ വലിയ വ്യത്യാസം നോക്കാം. ഇത് കാണുമ്പോ പവർ കൊടുക്കൂടാ. അത് പവർ സോക്കറ്റ് ആണെന്ന് പറഞ്ഞേ അല്ല അല്ലേ? നിങ്ങൾ പറഞ്ഞില്ലേ? നിങ്ങൾ ഒരിക്കലും താഴോട്ട് പോവില്ല.
നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ച താഴ്മ വിനയായിട്ട് എന്താന്നല്ലടാ